ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 10th എക്സാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് ഏർലി ആയി എക്സാം. നമ്മൾ ജൂൺ ജൂലൈയിലാണ് എക്സാം എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മെയ് 10th എക്സാം നടക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ മാർച്ചിന് മുന്നേ കൺഫർമേഷൻ കൊടുക്കണം. മാർച്ച് അറൗണ്ട് 18 or 21 ആണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഈ ആഴ്ച തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കണം. ഡെയിലി ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് February 21 ആണ്. അപ്പോൾ ഈ ഫെബ്രുവരി 7 ദിവസം കൂടി, മാർച്ചിൽ 31, ഏപ്രിൽ 30, മെയ്യിൽ 9, അങ്ങനെ ടോട്ടൽ 77 ഡേയ്സ് ഉണ്ട് ഇനി എക്സാമിന്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 57 സബ്ജക്ട്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു സബ്ജക്റ്റ് വെച്ച് പഠിച്ച് പോവുകയാണെങ്കിൽ 57 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ബാലൻസ് 22 ഡേയ്സ് റിവിഷന് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും റിവിഷന് സമയം കണ്ടെത്തണം. കാരണം റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ചെയ്താലേ നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഡെയിലി ഒരു 57 ഡേയ്സാണ് നമ്മൾ സ്റ്റഡി പ്ലാനെങ്കിലും നമുക്കിപ്പോൾ ഡെയിലി ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അപ്പോൾ നമുക്ക് അത് ഓവർകം ചെയ്യണം. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിലബസിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. 57 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ 15 മാർക്കിനാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. പിന്നെ അക്കൗണ്ടൻസിന്ന് 24 മാർക്ക്, കോസ്റ്റിങ്ങിൽ നിന്ന് 6 മാർക്ക്. അപ്പോൾ ടോട്ടൽ അക്കൗണ്ടൻസിയിൽ നിന്ന് വരുന്നത് 30 മാർക്കാണ്. പിന്നെ വരുന്നത് മാത്സാണ്. മാത്സിൽ നിന്ന് മൊത്തം 40 മാർക്കാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് സിലബസിൽ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മാത്സ്, അക്കൗണ്ടൻസി. അപ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം ഫോളോ ചെയ്യാൻ. പിന്നീട് ഇംഗ്ലീഷ്, പിന്നെ GK 15 മാർക്ക്, അങ്ങനെയാണ് സിലബസ് വരുന്നത്. അപ്പോൾ മാത്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 മാർക്ക് നമുക്ക് 40 ഒരു 25 എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. അടുത്തത് അക്കൗണ്ടൻസി നമുക്ക് ഏകദേശം ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ 30 മാർക്കിൽ ഒരു 20 എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. പിന്നെ ഉള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും ജനറൽ നോളജിനും കൂടി 30 മാർക്കാണ്. ഇതിൽ നിന്ന് ഒരു 15 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം ഫോളോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഡെയിലി ഇതുപോലെ ഈസി സിലബസ് വാസ്റ്റ് സിലബസാണ്. അപ്പോൾ സിലബസ് തന്നെ ചെറുതാക്കുക. അപ്പോൾ ഡെയിലി എങ്ങനെ വെച്ച് സബ്ജക്റ്റ് വെച്ച് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഒരു ദിവസം ഇംഗ്ലീഷ് ആണെങ്കിൽ അടുത്ത ദിവസം അക്കൗണ്ടൻസി പഠിക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാത്സ് പഠിക്കുക. അങ്ങനെ പഠിച്ച് പോകാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി നോട്ട്സായിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. എത്രത്തോളം അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും എത്രത്തോളം ഉണ്ടെങ്കിൽ. ഇത് കിട്ടാൻ വേണ്ടി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ടെലിഗ്രാം ചാനൽ. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടായിട്ട് ചെയ്യുന്ന ക്ലാസ്സസ് യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രീ ക്ലാസ്സസ് നമുക്ക് ലഭിക്കാൻ വേണ്ടി DM കൺസൾട്ടൻസി എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഈ സ്റ്റഡി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ പല വർക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡെയിലി ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് വെച്ച് പഠിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് മാക്സിമം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ 57 ഡേയ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് ചിലപ്പോൾ എഫക്റ്റീവായിട്ട് ഒരു 30 ഡേയ്സൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളായിരിക്കും. ബാക്കി ചിലപ്പോൾ എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അറിയാം, നമുക്ക് ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഒരു 30 ഡേയ്സ് എഫക്റ്റീവ് ഡേയ്സ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ എഫക്റ്റീവ് ഡേയ്സിൽ അപ്പോൾ ഈ പഠിക്കുന്ന ദിവസം നല്ല രീതിയിൽ പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രിലിംസ് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് മെയിൻസ് എക്സാം ഉണ്ട്. മെയിൻസ് എക്സാം ഈ സെയിം സിലബസ് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി നോട്ട്സ് കുറച്ചൊക്കെ അവൈലബിൾ ആണ്. മൊത്തം കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ അറൗണ്ട് ഒരു 30 അടുത്ത് സ്റ്റഡി നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ മാത്സിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റ്സ് എന്നുള്ള പാഠം നമുക്ക് പഠിക്കാൻ നേരത്ത് വേണമെങ്കിൽ ഇതുപോലെ സ്റ്റഡി നോട്ട്സ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടും. ഫുള്ളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടും. അപ്പോൾ ഈ സ്റ്റഡി നോട്ട്സിൻ്റെ താഴെ തന്നെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് മാത്രം വെച്ച് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അഡീഷണൽ ക്വസ്റ്റ്യൻസും അഡീഷണൽ പോയിൻറ്റ്സ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പൊസസീവ് പ്രോണൗൺസ്, അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി നോട്ട്സ് ഇതുപോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇപ്പോൾ അക്കൗണ്ടൻസി നോക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് സമ്മറിയും അതിൻ്റെ താഴെ തന്നെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റഡി നോട്ട്സിന് കുറച്ച് ഇതുണ്ട്, ഫീസ് ഉണ്ട്. ബാക്കി യൂട്യൂബ് ക്ലാസ് ഫ്രീ ആയിരിക്കും. സ്റ്റഡി നോട്ട്സിൻ്റെ ഫീസ് വരുന്നത് 1500 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഈ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക 6238923224. അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഇപ്പോൾ അറൗണ്ട് 30 സബ്ജക്റ്റിന് ഇപ്പോൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അറൗണ്ട് 30 സബ്ജക്റ്റ് കംപ്ലീറ്റഡ് ആണ്. ബാലൻസും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഓൾറെഡി സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ ക്ലാസ് കണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.